CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജീർണാവസ്ഥയിലായതോടെ ചെർപ്പുളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് മെയ് 9 അടയ്ക്കും. ഇതോടെ നഗരത്തിൽ പുതിയ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്താൻ ധാരണയായി. പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം സെപ്റ്റംബറിൽ ആരംഭിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. സമൂഹമാധ്യമങ്ങളിൽ നിന്ന് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് അശ്ലീലമായി മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച് വിൽപ്പന നടത്തിയ പരാതിയിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാമനാട്ടുകര സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിലാണ് നടപടി. വള്ളിക്കുന്ന് അരിയല്ലൂർ സ്വദേശി നിതിൻ മോഹൻദാസിനെയാണ് പരപ്പനങ്ങാടി പോലീസ് പിടികൂടിയത്. വേനൽ ചൂടിൽ ലോഡ് ഷെഡിംഗ്. വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KCB ഓഫീസിലേക്ക് പ്രതിഷേധ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഖാദർ അങ്ങാടിപ്പുറം പ്രതിഷേധ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചെറുനെട്ടൂരി ഭഗവതിയുടെ തട്ടകത്തെ ആവേശത്തിലാക്കി പാലക്കാട് ചിറ്റിലഞ്ചേരി വേല ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകളോടെയാണ് വേല ചടങ്ങുകൾ തുടങ്ങിയത്. ജീർണാവസ്ഥയിലായതോടെ ചെർപ്പുളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് മെയ് 9 അടയ്ക്കും. ഇതോടെ നഗരത്തിൽ പുതിയ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്താൻ ധാരണയായി. പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം സെപ്റ്റംബറിൽ ആരംഭിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. വിദഗ്ധ പരിശോധനയിൽ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാൻഡ് ഈ മഴയ്ക്ക് മുൻപായി തന്നെ അടച്ചിടാൻ തീരുമാനിച്ചത്. കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പകരമായി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം സെപ്റ്റംബറിൽ ആരംഭിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ആധുനിക ഷോപ്പിംഗ് കോംപ്ലക്സ്, വിശ്രമമുറി, ശൗചാലയ സൗകര്യം, കമ്മ്യൂണിറ്റി ഹാൾ, ലിഫ്റ്റ് സൗകര്യം, മേൽക്കൂര മേഞ്ഞ ബസ് സ്റ്റാൻഡ് യാർഡും ക്ലോക്ക് ടവറും എന്നിവ പുതിയ കെട്ടിടത്തിലുണ്ടാകും. പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിടുന്നതോടെ ഉണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായാണ് ക്രമീകരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. യോഗത്തിൽ പങ്കെടുത്തവർ പരിഷ്കരണത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. പെരിന്തൽമണ്ണ, പാലക്കാട്, മണ്ണാർക്കാട് ഭാഗത്ത് വരുന്ന ബസ്സുകൾ, ആ ഭാഗത്ത് വരുന്ന ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിൽ കയറി യാത്രക്കാരെ ഇറക്കി പഴയ ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് യാത്രക്കാരെ ഇറക്കി മിഥില ബാർ, ഗായത്രി ബാർ ഉൾപ്പെടെയുള്ള നമ്മളിപ്പോൾ വിശാലമായി കിടക്കുന്ന നമുക്ക് ഒരു യൂട്ടേൺ ചെയ്ത് വരുന്ന രീതിയിൽ അവിടെ പക്ഷേ ബസ് പാർക്ക് ചെയ്ത് അവർ സമയമാകുമ്പോൾ അവിടെ ആളുകൾ ഇപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിൽ ആളുകൾ കയറ്റിയിട്ടുണ്ട്, പുതിയ ബസ് സ്റ്റാൻഡിൽ ആളുകൾ കയറ്റിയിട്ടുണ്ട്. ഇവിടെ എത്തി യൂട്ടേൺ ചെയ്ത് ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ സമയമാകുമ്പോൾ നേരെ ഒന്നും യാത്രക്കാർ. പ്രധാന ജംഗ്ഷനുകളിൽ സിഗ്നൽ സംവിധാനം, അപകടം കുറയ്ക്കാനുള്ള നടപടികൾ, നിയമപാലകരുടെ സജീവ ഇടപെടൽ തുടങ്ങിയ ആവശ്യങ്ങൾ ചർച്ചയിൽ ഉയർന്നു. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഈ പെരിന്തൽമണ്ണ, പാലക്കാട്, മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിൽ കയറി യാത്രക്കാരെ ഇറക്കാനുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. കാരണം 2 റൂട്ടും പഞ്ചിങ്ങിൽ ഓടുന്ന റൂട്ടാണ്. അപ്പൊ പുറത്ത് ആളുകളെ ഇറക്കി പോകാനുള്ളൊരു സംഭവം നേരിട്ട് വരുമ്പോഴും അതൊന്ന് പരിഗണിക്കുന്നതാണ്. ടൗണിലെ പല സമയങ്ങളിലും ഏറ്റവും വലിയ ഒരു യാത്രാ സൗകര്യമാണ് ഓട്ടോറിക്ഷ. അത് പല സമയങ്ങളിലും ടൗണിന് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റാണ്. പലപ്പോഴും നിയമങ്ങൾ അവരുടെ ഭാഗത്തേക്ക് ഒട്ടും ചെന്നിട്ടില്ല എന്നൊരു സമീപനമാണ്. സാധാരണ ജനങ്ങൾക്ക് യൂട്ടേൺ തിരിക്കാൻ പാടില്ലാത്ത ഭാഗത്ത് അവർക്ക് പെർമിറ്റഡാണ്. സാധാരണ ലെഫ്റ്റ് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, അതും അവിടെ പെർമിറ്റഡാണ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ച് ഓട്ടോറിക്ഷക്കാരുടെ ആ ഒരു സംവിധാനങ്ങളെ മാറ്റം വരുത്തി സുഗമമായ യാത്രാ സംവിധാനം ഒരുക്കണമെന്നാണ് പറയാനുള്ളത്. പലപ്പോഴും അവരോട് സംസാരിക്കാൻ തന്നെ കഴിയില്ല, അവർ തിരിച്ച് കൂട്ടമായാണ് പ്രതികരിക്കുക. അപ്പൊ അത് നമ്മുടെ കൾച്ചറിനെയൊക്കെ ബാധിക്കുന്ന സബ്ജക്റ്റാണ്. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മുടെ ടൗണിൽ അലഞ്ഞു തിരിയുന്ന ഒരുപാട് ഓട്ടോകളുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലാവും, പൊതു ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഈ നിയമങ്ങളൊക്കെ തെറ്റിക്കണതും കള്ളി കണ്ടതൊക്കെ പാർക്ക് ചെയ്യണതും ഇങ്ങനെ നിയമലംഘനങ്ങളൊക്കെ നടത്തുന്നത് ഇത്തരം വാഹനങ്ങളാണ്. ഉള്ള ആൾക്കാർക്കും കുട്ടികൾക്കും ഈ വന്നു പോകുന്ന ജനങ്ങൾക്കൊക്കെ അത്യാവശ്യമാണല്ലോ. അതൊന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ ഇനി ആ ബസ് സ്റ്റാൻഡിൽ തന്നെ പോകണം, അതോ ഇവിടെ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള എന്തെങ്കിലും പരിഗണന എടുക്കണമെന്ന് വിനീതമായി. അതുപോലെ തന്നെ ഈ ശുചിമുറി സൗകര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ബസ്സിലുള്ള എല്ലാ തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ആളുകൾ, പൊതു ആളുകൾക്ക് ശുചിമുറി സൗകര്യം നമുക്ക് ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
അപ്പോൾ അതിനുള്ള സംവിധാനം നമ്മൾ ഇതിൽ കാണണം. കാരണം അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ വേറൊരു പ്രധാന കാര്യം, ഇപ്പം ഈ പറയുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നടപ്പിലാക്കാൻ പോകുന്നതും എല്ലാം വളരെ നല്ല കാര്യം. വ്യാപാരി വ്യവസായം ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും, ഓട്ടോ ടാക്സി, മറ്റ് രാഷ്ട്രീയ പാർട്ടി എല്ലാവരും ഇപ്പോൾ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനം, അല്ലേ? നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവർ കൂടി അതിനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് പരിസരത്തൊക്കെ രാവിലെ ഇപ്പം തന്നെ ഏതായാലും ഇപ്പോൾ പൊളിക്കാൻ പോകുന്നത് ശരിയാണ്, പക്ഷെ അവിടെയൊക്കെ ഉണ്ടാവുന്ന തിരക്ക് ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നമല്ല. ബസ്സുകൾ വന്നിട്ട് അങ്ങനെയൊക്കെ വിലങ്ങാണ്ടിരിക്കുക അവിടെ. ഞാൻ ബസ്സിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ എന്നാലും പറയുക, ഒരു മിനിറ്റിൽ ഏകദേശം 68 വാഹനങ്ങളാണ് ആ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഒരു ദിവസം 2-3 ആക്സിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്. ആക്സിഡന്റ് സംഭവിക്കുന്നതിന് പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അമിത സ്പീഡിൽ വരും. അമിത സ്പീഡിൽ വന്നിട്ട് ചെപ്പശ്ശേരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിക്കാം. ഇടിച്ച് തെറിപ്പിച്ച് കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ വരും, മറ്റാളുകൾ വരും. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, മുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആളെ കൊല്ലാന്നാണ്. മുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അവർ നേരെ പോകുന്നവർക്ക് ആളെ കൊല്ല, പ്രശ്നമല്ല, വണ്ടി അടിച്ചാലും പ്രശ്നമല്ല എന്നുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള സമീപനമാണ് ഇത്. അപ്പം നേരെ പോകുന്ന വാഹനങ്ങൾക്ക് ആളെ കൊല്ല എന്നുള്ളത് എനിക്കറിയില്ല നിയമം അങ്ങനെ ഉണ്ടോന്നും. അപ്പോൾ അത്തരൊരു സംവിധാനങ്ങൾ ഒന്ന് മനസ്സിലാക്കാനത് ഒരു മാനസിക പരിഗണന കൊടുക്കണം. കാരണം മുകളിൽ നിന്ന് വരുന്ന അമിതമായ സ്പീഡിലാണ് വരുന്നത്. കാരണം 5 മിനിറ്റ് 10 മിനിറ്റ് സമയത്തെ വണ്ടി ഇവിടെ തിരിച്ചിടാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വണ്ടികൾ അങ്ങോട്ട് പോകണം. അതല്ല ഇവിടെ മറ്റുള്ള ഭാഗങ്ങൾക്ക് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരും. റോഡ് വീതിൻ്റെ നമ്മുടെ ചെറുപ്പശ്ശേരി മുൻ കൗൺസിലിൻ്റെ തീരുമാനപ്രകാരം റോഡൊക്കെ നല്ല വീതിയായി. ആ റോഡ് ബസ് ഈ വാഹനങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടില്ല, പാർക്ക് ചെയ്യാനുള്ളൂ. 2 സൈഡിലും പാർക്ക് ചെയ്ത് 4 വരി പാതയാണ്. ഇവിടെ ഈ അങ്ങാടിയിൽ നിങ്ങളൊക്കെ പോകുന്ന ആൾക്കാർ 2 സൈഡിലും വണ്ടി പാർക്ക് ചെയ്യാൻ അങ്ങോട്ട് സൈഡാക്കി ഇടില്ല, 3 ബാക്കിലാവും. ഇതുകൂടി നമ്മൾ ഈ ബസ് റോഡ് പോകുന്ന ആളുകൾക്ക് ഞങ്ങൾക്കൊക്കെ ഒരു സമയം കാരണമണ്ണെങ്കിൽ 7 മിനിറ്റ് ഒരു പാസ് ചെയ്യണം. പെരുന്നാളും കൂടെ ബസ്സാണ്. ഞങ്ങൾ സ്പീഡിൽ പോയാൽ ഈ ഇരിക്കുന്ന ആളുകളും മാധ്യമക്കാരും ഡ്രൈവർ എന്തെങ്കിലും പറ്റിയ ഡ്രൈവർ മാത്രമല്ല. ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഉറക്കുളിക ഒളിക്കാനോ അല്ലെങ്കിൽ മറ്റു വായു ഗുളിക വാങ്ങാനോ. ഞങ്ങൾക്കൊരു പോകാൻ നിർബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ആ കാര്യം ഓർമ്മിപ്പിക്കുക. അതിൽ എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയാം, ഒരു പോക്കറ്റ് റോഡത്ത് അല്ലെങ്കിൽ ഒരു കയറ്റം കയറി വരുന്ന വണ്ടിക്കാരൻ മെയിൻ റോഡിൽ കയറുമ്പോൾ ഒന്ന് സ്ലോ ആക്കണം. പെരിന്തൽമണ്ണ ഭാഗത്ത് വരുന്ന വണ്ടിക്കാരൻ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഈ റോഡിൽ അധികം അപകടം ഉണ്ടാകുന്ന ഈ റോഡിനെ പറ്റി അറിയാത്ത ആളുകൾ ഈ റോഡ് കൂടെ വണ്ടി ഓടിച്ചിട്ടാണ്. ഇവിടെ വളവ് തിരിവ് കാര്യങ്ങൾ. അപ്പോൾ മെയിൻ റോഡ് കൂടെ വരുന്ന ആൾ എന്തായാലും സ്പീഡിൽ തന്നെ വരും. കയറ്റം കയറി വരുന്ന ആൾ ഒന്ന് സ്ലോ ആക്കി ലെഫ്റ്റ് റൈറ്റ് ഒന്ന് നോക്കി വണ്ടി കയറ്റേണ്ടതാണ്. അവിടെ എന്തോ അപകടങ്ങൾ നിരന്തരം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ ലൈറ്റ് ഒരെണ്ണം അവിടെ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഒന്ന് ശ്രദ്ധിക്കും. റോഡ് കൂടെ കുറച്ച് സ്ട്രിപ്സ് ഇടുക. നമ്മുടെ അലൈൻ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ സ്റ്റേഷനോടൊക്കെ തിരിയുന്നവർക്ക് ഇതേമാതിരി ഭയങ്കര ഡേഞ്ചറാണ്. 9-ാം തീയതി അടച്ചിടുകയാണ്. പൊളിക്കൽ നേരത്തെ പറഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾക്ക് പൊളിക്കലാവും. അടച്ചിടാനുള്ള പേടിയാണ് ആദ്യം ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൊളിച്ച് ദ്രുതഗതിയിൽ വളരെ കുറച്ച് ഷോർട്ട് പീരീഡ്, കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള നല്ല ജാഗ്രതയും നല്ല ഇടപെടലുമുണ്ട്. ഒരിക്കൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. വീണ്ടും നമുക്കിതിനൊന്നും കൂടി ചർച്ച ചെയ്ത് അടുത്ത ദിവസത്തിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം എന്നതാണ് കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? EMS സ്മാരക ടൗൺ ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ KT ജംസിയ അധ്യക്ഷയായി. ജനപ്രതിനിധികളും പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, ഓട്ടോ ടാക്സി ബസ് തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം അടച്ചിടുന്നതോടെ മെയ് 9 മുതൽ ചെർപ്പുളശ്ശേരി നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. പുതിയ ബസ് സ്റ്റാൻഡിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പരിഷ്കരണമാണ് നടപ്പാക്കുക. വാഹന പാർക്കിങ്ങിനും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പട്ടാമ്പി കൊപ്പം ഭാഗങ്ങളിൽ നിന്നും ഷൊർണൂരിൽ നിന്ന് കൈലിയാട് വഴിയും വരുന്ന ബസ്സുകൾ AKG റോഡിന് മുൻപായി യാത്രക്കാരെ ഇറക്കി പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കണം. തിരിച്ചു പോകുമ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് യാത്രക്കാരെ കയറ്റാവുന്നതാണ്. പെരിന്തൽമണ്ണ, പാലക്കാട്, മണ്ണാർക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ പുതിയ സ്റ്റാൻഡിൽ ആളെ ഇറക്കിയ ശേഷം ഗവൺമെന്റ് ആശുപത്രിക്ക് താഴെയുള്ള റോഡ് വശങ്ങളിൽ പാർക്ക് ചെയ്യണം. ഒറ്റപ്പാലം ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ പഴയ സ്റ്റാൻഡിന്റെ മുൻവശത്ത് യാത്രക്കാരെ ഇറക്കി ഗവൺമെന്റ്
ഗവൺമെന്റ് ആശുപത്രിക്ക് താഴെ റോഡ് വശങ്ങളിൽ പാർക്ക് ചെയ്യേണ്ടതാണ്. വാഹന പാർക്കിങ്ങിനും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ പഴയ ഉടുപ്പി ഹോട്ടൽ മുതൽ സഹകരണ ആശുപത്രി വരെയുള്ള ഭാഗത്തിന്റെ ഇടതുവശത്തും കള്ളുഷാപ്പ് മുതൽ കേരള ബാങ്ക് വരെയുള്ള ഭാഗത്തിന്റെ വലതുവശത്തും പാർക്ക് ചെയ്യാം. പഴയ പെട്രോൾ പമ്പ് പരിസരത്ത് ടാക്സി കാറുകൾക്കും പുലാത്തറയ്ക്കൽ ജ്വല്ലറി മുതൽ കള്ളുഷാപ്പ് വരെ ടെമ്പോ, ട്രാവലർ എന്നിവയ്ക്കും പാർക്കിംഗ് അനുവദിക്കും. എന്നാൽ EMS റോഡ് മുതൽ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെ യാതൊരുവിധ വാഹന പാർക്കിംഗും അനുവദിക്കില്ലെന്നും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുതിയ ഓട്ടോ സ്റ്റാൻഡ് അനുവദിക്കും. MVD, RTO, PWD, പോലീസ് മേധാവികൾ, മറ്റു വ്യവസായ സംഘടനകൾ, പിന്നെ അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ തൊഴിലാളികൾ, ബസ് ഓപ്പറേറ്റേഴ്സ്, അതുപോലെ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, പ്രതിനിധികൾ എല്ലാവരും പങ്കെടുത്തിരുന്ന ഒരു വിപുലമായ യോഗം തന്നെയായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല നല്ല നിർദ്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ട് ഒരു തീരുമാനത്തിനൊടുവിൽ നമ്മൾ ടെൻറ്റേറ്റീവായിട്ട് തന്നെ ഈ ഒരു മെയ് മാസം 9-ാം തീയതി 10-ഓടുകൂടി അടക്കലിലേക്ക് തീരുമാനിക്കുകയാണ്. ഇവിടെ നിന്ന് വന്ന നല്ല നല്ല നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് പരിഗണിച്ച് നടപ്പിലാക്കാവുന്നതാണ്. അതെല്ലാം നമ്മളൊരു അടുത്തൊരു ചർച്ചയ്ക്ക് വെച്ച് അതെല്ലാം ഏകീകൃതമായിട്ട് തീരുമാനിച്ച് ചെയ്യാവുന്നതാണ്, പരിഹരിക്കുന്നതായിരിക്കും. ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിർത്തുന്നു. പിന്നെ ബസ് പോകുന്ന സമയത്ത് മാത്രം അവരെടുത്താൽ മതി. ആ പോകുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള യാത്രക്കാരെടുക്കുന്നു. അത് കഴിഞ്ഞാൽ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള യാത്രക്കാരെടുക്കുന്നു, നേരെ പോകുന്നു. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് ഭാഗത്തുനിന്ന് വരുന്നവർ മാത്രമാണ് എവിടെ കയറണ്ട എന്ന് പറഞ്ഞാൽ പുതിയ ബസ് സ്റ്റാൻഡിൽ കയറണം. ഒറ്റപ്പാലം ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ നേരെ പഴയ ബസ് സ്റ്റാൻഡിൽ ആളെ ഇറക്കിയിട്ട് ഇവിടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മിഥിലയുടെ ഭാഗത്തുള്ള അവിടുത്തെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് പഴയ ബസ് സ്റ്റാൻഡിൽ അവിടുന്ന് ആളെ ഇറക്കി പുതിയ ബസ് സ്റ്റാൻഡിൽ കയറാതെ ഒറ്റപ്പാലത്തിൻ്റെ റോഡിൽ കുറച്ച് താഴ്ത്ത് ബസ് ബേ പോലെ ഉപയോഗിച്ചുകൊണ്ട് പോകാം. ഇപ്പോൾ ഒരു നിർദ്ദേശം ബസ് ഓണേഴ്സിൻ്റെ ഇരുന്നും ബസ് വന്നു കഴിഞ്ഞിട്ടുണ്ട്, തൊഴിലാളികളിരുന്നു കുറച്ചുകൂടി പാർക്കിംഗ് ഇവിടെ കൺജസ്റ്റഡ് ആവും. എവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ വരുമ്പോൾ അപ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിങ്ങനെ അപേക്ഷിച്ചു, ഇത് പെട്രോൾ പമ്പ് ഉപയോഗിച്ചൂടെ, എനിക്ക് കിടക്കുകയാണ് അല്ലേ SMEJ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് യഥേഷ്ടം സ്ഥലമുണ്ട്. അവർ ഓണറൊക്കെ നഗരസഭയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അത് തന്നു കഴിഞ്ഞാൽ അവർ അവിടെ നിർത്താമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ മഞ്ചക്കൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇസ്മയിലിന് മഞ്ചക്കല്ലിൻ്റെ ഭാഗം അല്ലെങ്കിൽ പൊതുസ്ഥലം തന്നെ ഉണ്ട്. അവിടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നവും അപ്പോൾ അത്ര അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അതും കൂടി ആക്കി കഴിഞ്ഞാൽ വളരെ സുതാര്യമായി ഈ പരിപാടി മുന്നോട്ട് പോകാമെന്നാണ് തന്നെ വീണ്ടും ഞാൻ ആവശ്യപ്പെടുന്നു. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളാണ് നമ്മുടെ നാടിൻ്റെ നാക്ക്. ആ നാക്ക് നിങ്ങൾ നന്നായിട്ട് നഗരസഭയ്ക്ക് അനുകൂലമായിട്ട് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ നല്ല സഹായം വേണമെന്ന് മാത്രമാണ് പറയുന്നത്. CCN ചെർപ്പുളശ്ശേരി. വാണിയംകുളം ചന്തയിലെത്തുന്ന കന്നുകാലികൾക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ പന്തലൊരുക്കുന്നു. ചൂട് കൂടിയതോടെ കന്നുകാലികൾക്ക് താൽക്കാലിക ആശ്വാസമായാണ് പന്തലൊരുക്കുന്നത്. എന്നാൽ ചന്തയുടെ തറ കോൺക്രീറ്റ് ചെയ്തതിനാൽ ഇരുമ്പ് പൈപ്പ് സ്ഥാപിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുകയാണ്. ചന്തയുടെ തറ കോൺക്രീറ്റ് ചെയ്തതിനാൽ ഇരുമ്പ് പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഇതിനാൽ കുറച്ചു ഭാഗത്തു മാത്രമാണ് ഇപ്പോൾ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതിനായി 2 ലക്ഷത്തോളം രൂപ ചിലവായതായി ചന്ത നടത്തിപ്പുകാർ പറഞ്ഞു. ചന്തയുടെ ബാക്കി ഭാഗങ്ങളിലും കന്നുകാലികൾക്ക് വെയിലേൽക്കാതിരിക്കാൻ വരും ദിവസങ്ങളിൽ പന്തലിടുമെന്നും ഇവർ അറിയിച്ചു. ബുധനാഴ്ച എത്തിയ കാലികളെ പൊരി വെയിലത്താണ് കച്ചവടക്കാർ കെട്ടിയിട്ടതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. തണുപ്പുള്ള ഭാഗങ്ങളിൽ കാലികളെ കെട്ടിയിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നേരത്തെ കൊണ്ടുവന്ന കന്നുകാലികളെയാണ് ചന്തയിൽ കെട്ടിയിടുന്നത്. ചൂട് കൂടിയതോടെ ഇവ ചന്ത കഴിയുമ്പോഴേക്കും തളർന്നു വീഴുന്ന സ്ഥിതിയാണ്. കുറച്ചു ഭാഗത്തു മാത്രം മരത്തണലുണ്ടെങ്കിലും കൂടുതൽ ഭാഗത്തും തണൽ ലഭിക്കാത്ത സ്ഥിതിയാണ്. വെള്ളം നിറയ്ക്കാൻ തൊട്ടികൾ ഉണ്ടെങ്കിലും കന്നുകാലികൾ കൂടുതൽ എത്തുന്നതോടെ വേണ്ടത്ര വെള്ളം നൽകാനും ബുദ്ധിമുട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്നുവരെ എല്ലാ ആഴ്ചയിലും വാണിയംകുളത്തേക്ക് ലോഡ് കണക്കിന് കന്നുകാലികൾ എത്തുന്നുണ്ട്. CCN ഒറ്റപ്പാലം. കനത്ത ചൂട് തുടരുമ്പോൾ 3 മാസത്തിനിടെ മലപ്പുറം ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ സൂര്യതാപമേറ്റ് ചികിത്സ തേടിയത് 55 പേർ. ഫെബ്രുവരി മുതൽ ഏപ്രിൽ 25 വരെയുള്ള കണക്കു പ്രകാരമാണിത്. തീരദേശ മേഖലയിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കുട്ടികളിലാണ് കൂടുതൽ കേസുകൾ ഉള്ളത്. 22 മുതൽ 17 വരെ പുരുഷന്മാർക്കും 16 സ്ത്രീകൾക്കും പൊള്ളലേറ്റു. ഫെബ്രുവരിയിൽ ഒരു കേസ് മാത്രമായിരുന്നു.
മാർച്ചിൽ കേസുകളുടെ എണ്ണം 11ആയി. ഏപ്രിലിൽ ഇരട്ടിയിലധികം വർദ്ധിച്ച് 43-ലെത്തി. ഫെബ്രുവരിയിൽ ഒരു സ്ത്രീക്കായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. മാർച്ചിൽ 2 കുട്ടികൾക്കും 5 പുരുഷന്മാർക്കും 4 സ്ത്രീകൾക്കും റിപ്പോർട്ട് ചെയ്തു. ഏപ്രിൽ 25 വരെ 20 കുട്ടികൾക്കും 12 പുരുഷന്മാർക്കും 11 സ്ത്രീകൾക്കും സൂര്യതാപമുണ്ടായി. ഏപ്രിൽ മാസത്തിൽ 26 വരെ 35 ഡിഗ്രി മുതൽ 38 ഡിഗ്രി വരെയായിരുന്നു ജില്ലയിലെ ശരാശരി കൂടിയ താപനില. 25 മുതൽ 29 വരെയായിരുന്നു ജില്ലയിലെ കുറഞ്ഞ താപനില. CCN മലപ്പുറം. സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് അശ്ലീലമായി മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച് വിൽപ്പന നടത്തിയ പരാതിയിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാമനാട്ടുകര സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിലാണ് നടപടി. വള്ളിക്കുന്ന് അരിയല്ലൂർ സ്വദേശി നിതിൻ മോഹൻദാസിനെയാണ് പരപ്പനങ്ങാടി പോലീസ് പിടികൂടിയത്. സമൂഹമാധ്യമങ്ങളിൽ സജീവമായ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് അവ അശ്ലീല രൂപത്തിലാക്കി മാറ്റിയ ശേഷം പണം വാങ്ങി വിവിധ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെ വിൽക്കുകയാണ് ഇയാൾ ചെയ്തിരുന്നത് എന്ന് പരാതിയിൽ പറയുന്നു. 1000-ഓളം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ടെന്ന് പരാതിയിലുണ്ട്. പ്രതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച സ്ക്രീൻഷോട്ടുകളിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങൾ വ്യക്തമാണെന്നും പോലീസ് കണ്ടെത്തി. പ്രതിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാൾ രഹസ്യമായി ഉപയോഗിച്ചിരുന്ന രണ്ടാമതൊരു മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്. നിലവിൽ പരപ്പനങ്ങാടിയിലും മാഹിയിലും 2 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. കണ്ണൂർ സ്വദേശിനിയായ യുവതിയുടെ സുഹൃത്തുക്കൾ വഴിയാണ് ഈ തട്ടിപ്പ് പുറം ലോകം അറിഞ്ഞത്. ടെലിഗ്രാം ഗ്രൂപ്പിൽ സ്വന്തം സുഹൃത്തിന്റെ ചിത്രം മോർഫ് ചെയ്ത നിലയിൽ കണ്ട യുവാവ് വിവരം കൈമാറിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത്. 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ 40 വയസ്സുവരെയുള്ള സ്ത്രീകൾ വരെ ഇയാളുടെ ക്രൂരതയ്ക്ക് ഇരയായവരിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് വിവരം. CCN മലപ്പുറം. ചെറുനെട്ടൂരി ഭഗവതിയുടെ തട്ടകത്തെ ആവേശത്തിലാക്കി പാലക്കാട് ചിറ്റലഞ്ചേരി വേല ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകളോടെയാണ് വേല ചടങ്ങുകൾ തുടങ്ങിയത്. ഉച്ചയ്ക്ക് ഈടുവെടി നടത്തി. തുടർന്ന് തിടമ്പ് പൂജ, കേളി എന്നിവയ്ക്ക് ശേഷം കോലം കയറ്റിയതോടെ മൂലസ്ഥാനമായ കൂട്ടാലയിൽ നിന്ന് പകൽവേല ആരംഭിച്ചു. ചോറ്റാനിക്കര നന്ദപ്പന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ 7 ആനകൾ അണിനിരന്ന എഴുന്നള്ളത്ത് ആരംഭിച്ചു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഭഗവതിയുടെ തിടമ്പേറ്റി. എഴുന്നള്ളത്ത് വിശ്വകർമ്മ നഗർ, കസബ, സ്വർഗനാഥ ഭൂമി ക്ഷേത്രം വഴി പന്തലിലെത്തി അണിനിരന്നു. തുടർന്ന് കുടമാറ്റവും ഉണ്ടായി. ചെർപ്പുളശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ കാവുകയറി പ്രദക്ഷിണം നടത്തി. രാത്രി കൂട്ടാലയിൽ കല്ലൂർ ജയൻ, കല്ലുവഴി പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിൽ തായമ്പകയും ഉണ്ടായി. CCN പാലക്കാട്. പാലക്കാട് ജില്ലയിൽ നെല്ലു സംഭരണത്തിൽ കർഷകരുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് മില്ലുകളും ഇടനിലക്കാരും തൂക്കത്തിൽ വൻ കിഴിവ് വരുത്തുന്നത് തുടരുന്നു. ബുധനാഴ്ച സംഭരണത്തിന് മില്ലിലെത്തിച്ച 4955 കിലോ നെല്ലിൽ 150 കിലോയാണ് കർഷകനിൽ നിന്ന് കിഴിവ് ആവശ്യപ്പെട്ട് കുറച്ചത്.
ബുധനാഴ്ച സംഭരണത്തിന് മില്ലിലെത്തിച്ച 4955 കിലോ നെല്ലിൽ 150 കിലോയാണ് കർഷകനിൽ നിന്ന് കിഴിവ് ആവശ്യപ്പെട്ട് കുറച്ചത്. ലോറിയിൽ കയറ്റി മില്ലിൽ എത്തിച്ച ശേഷം കിഴിവ് ആവശ്യപ്പെടുന്നത് സാമ്പത്തിക നഷ്ടത്തിന് പുറമെ കർഷകർക്ക് വലിയ മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കുന്നതായി ചൂണ്ടിക്കാട്ടി കർഷകർ കളക്ടർക്ക് മുൻപിൽ പ്രതിഷേധവുമായി എത്തി. കർഷക സംരക്ഷണ സമിതി കേരളയുടെ നേതൃത്വത്തിലാണ് കർഷകർ കളക്ടർ MS മാധവിക്കുട്ടിയെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിച്ചത്. പരാതി പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്നറിയിച്ച കളക്ടർ എത്രയും വേഗം കർഷക സംഘടനാ ഭാരവാഹികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ച് പ്രശ്നം ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചു. ജില്ലയിലെ സംഭരണത്തിൽ സപ്ലൈകോയ്ക്ക് ഗുരുതര വീഴ്ചയുണ്ടെന്ന് കർഷകർ കളക്ടറെ അറിയിച്ചു. വില നൽകുന്നതിലും അനിശ്ചിതത്വം തുടരുകയാണ്. രണ്ടാം വിള കൊയ്ത്തു കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും സംഭരണവും വില വിതരണവും ഇഴയുകയാണ്. നല്ല വിളവ് ലഭിച്ച സീസണിൽ നെല്ല് വിൽക്കാനാവാത്ത ഗുരുതര പ്രതിസന്ധിയാണ് ജില്ലയിലെന്ന് കർഷകർ പറഞ്ഞു. ഉൽപ്പാദിപ്പിച്ച നെല്ല് മുഴുവൻ സപ്ലൈകോ ഏറ്റെടുക്കണം. സംഭരണത്തിനൊരുക്കിയ നെല്ല് മുറ്റത്തും കളത്തിലും ടാർപ്പായ്ക്കടിയിലുമാണുള്ളത്. വേനൽ മഴ എത്തിയാൽ നനഞ്ഞും ഈർപ്പം കയറിയും സംഭരണയോഗ്യമല്ലാതാവും. ജില്ലയിൽ പച്ചച്ചീട്ട് നൽകാൻ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ല. നെല്ല് നിറയ്ക്കാൻ കാലുചാക്ക് നൽകാതെ മനഃപൂർവ്വം സംഭരണം വൈകിപ്പിക്കുന്ന മില്ലുകാരുമുണ്ട്. വെള്ള നെല്ലെടുക്കാൻ സംവിധാനവുമില്ല. ഒരു ചാക്ക് നെല്ലിന് 2 കിലോ വീതം കിഴിവ് നൽകിയാലേ എടുക്കാനാവൂ എന്നാണ് ഇടനിലക്കാരുടെയും മില്ലുകാരുടെയും നിലപാട്. PRS ലഭിച്ച കർഷകർ ആര് വില നൽകുമെന്നറിയാതെ ബാങ്കുകളിൽ കയറിയിറങ്ങുന്നു. കൃഷിയിടത്തിനടുത്തുള്ള വേ ബ്രിഡ്ജിൽ തൂക്കം നോക്കണമെന്നിരിക്കെ ചില ഇടനിലക്കാർ ദൂരെയുള്ള മില്ല് സംഭരണശാലയിൽ തൂക്കം പരിശോധിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതായും കർഷകർ പറയുന്നു. സപ്ലൈകോമായുള്ള കരാറിന് വിരുദ്ധമായി നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്ന മില്ലുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിനും കർഷകർ നിവേദനം നൽകി. CCN ചെറുപ്പുളശ്ശേരി. വേനൽ ചൂടിൽ ലോഡ് ഷെഡിംഗ്. വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഖാദർ അങ്ങാടിപ്പുറം പ്രതിഷേധ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ കാലാവസ്ഥയും വൈദ്യുതി ആവശ്യവും പരിഗണിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ KSEBയും സർക്കാരും പരാജയപ്പെട്ടതാണ് നിലവിലെ പവർ കട്ടിനും ലോഡ് ഷെഡിങ്ങിനും കാരണമെന്ന് സമരക്കാർ ആരോപിച്ചു. 10 വർഷം ഇവിടെ LDF ഗവൺമെന്റ് നടത്തിയപ്പോൾ കേരളത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായി പറയുമ്പോൾ അതിൽ അവർ LDF ഗവൺമെന്റ് പറഞ്ഞൊരു വാഗ്ദാനമായിരുന്നു ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കേരളം. ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷമാണ് കേരളത്തിലൂടെ കടന്നുപോയിട്ടുള്ളത്. ഇപ്പോഴും ഈ സംസ്ഥാനം ഭരിക്കുന്നത് LDF ഗവൺമെന്റ് ആണ് എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഒരു ഇലക്ഷൻ നടക്കുന്നതോടുകൂടി ആ ഗവൺമെന്റിന്റെ ബാധ്യത തീരുന്നില്ല. അത് മറ്റൊരു ഭരണ സംവിധാനത്തെ ഏൽപ്പിക്കുമ്പോഴാണ് ഇവിടെ അതിന്റെ പ്രക്രിയ പൂർത്തിയാവുക. പക്ഷെ ഇന്ന് കേരളത്തിൽ ഈ LDF ഗവൺമെന്റ് ഇവിടെ വോട്ട് പിടിക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ മുദ്രാവാക്യത്തിൽ ഉയർത്തിയതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷിഹാബ്, ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ രാജേന്ദ്രൻ കോലോത്തൊടി, മണ്ഡലം കമ്മിറ്റി അംഗം നൌഷാദ് അരിപ്ര, ഫ്രറ്റേണിറ്റി മങ്കട മണ്ഡലം പ്രസിഡന്റ് അഫ്താഖ്, സക്കീർ അരിപ്ര എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീർണാവസ്ഥയിലായതോടെ ചെർപ്പുളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് മെയ് 9 അടയ്ക്കും. ഇതോടെ നഗരത്തിൽ പുതിയ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്താൻ ധാരണയായി. പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം സെപ്റ്റംബറിൽ ആരംഭിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. സമൂഹമാധ്യമങ്ങളിൽ നിന്ന് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് അശ്ലീലമായി മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച് വിൽപ്പന നടത്തിയ പരാതിയിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാമനാട്ടുകര സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിലാണ് നടപടി. വള്ളിക്കുന്ന് അരിയല്ലൂർ സ്വദേശി നിതിൻ മോഹൻദാസിനെയാണ് പരപ്പനങ്ങാടി പോലീസ് പിടികൂടിയത്. വേനൽ ചൂടിൽ ലോഡ് ഷെഡിംഗ്. വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഖാദർ അങ്ങാടിപ്പുറം പ്രതിഷേധ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചെറുനെട്ടൂരി ഭഗവതിയുടെ തട്ടകത്തെ ആവേശത്തിലാക്കി പാലക്കാട് ചിറ്റിലഞ്ചേരി വേല ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകളോടെയാണ് വേല ചടങ്ങുകൾ തുടങ്ങിയത്.
ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.